കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് കറയുടെ തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും ബന്ധുക്കൾ രംഗത്തെത്തി. വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ പായയിൽ കിട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ആ ആവശ്യം. കുറ്റ്യാടി പോലീസിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും എനിക്ക് തോന്നുന്നു ഈ സിജോയുടെ വീട്ടിൽ വരികയും അമ്മയുമായിട്ട് സംസാരിക്കുകയും ഇങ്ങനെ പോലീസ് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇത്ര വർഷമല്ല, 2021 പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര വർഷമായില്ല, നമുക്കൊരു തുമ്പും കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് ഈ കേസ് അവസാനിപ്പിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി തന്നെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ പോലീസ് ഒന്നുമില്ല, അങ്ങനെയാണ് നിലനിന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നത്. ക്രിസ്ത്യൻ പള്ളികളിൽ സെമിത്തേരിയിൽ ഒരിക്കലും പായിൽ പൊതിഞ്ഞ് മൃതദേഹങ്ങൾ അടക്കം ചെയ്യാറില്ല, പെട്ടിയിലാണ് അടക്കം ചെയ്യുക. അത് ഇങ്ങനെ പായിൽ പൊതിഞ്ഞ് ഒരിക്കലും മൃതദേഹങ്ങൾ അടക്കം ചെയ്യാറില്ല. അതാണ് ഒരു ദുരൂഹതയുടെ പ്രധാന കാരണം. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് വാർത്തകൾ ഒരുമിച്ചിരുന്നു. അജി, ഈ സിജോസ് കറയുടെ തിരോധാനം തുടക്കം മുതലേ അങ്ങനെ ദുരൂഹമാണ്. പരാതി കൊടുക്കാൻ വൈകലടക്കം ഒരുപാട് ദുരൂഹതയുടെ എലമെന്റ് അതിനകത്തുണ്ട്. അപ്പോൾ അതിന്റെ ദുരൂഹത കൂടുതൽ ആഴത്തിലുള്ളതാവുകയാണോ? എന്താണ് വീട്ടുകാരുടെ ആവശ്യം? അജി, അഷ്മി, ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഈ വാണിയമ്പാറയിൽ ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിൽ ഈ പൊതുക്കല്ലറയിൽ ഈ പായൽ കെട്ടിയ നിലയിൽ ഈ എന്തോ ഒരു കണ്ടു. അതായത് മൃതദേഹമാണോ എന്ന് നമുക്കിപ്പോഴും ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലൊരു വസ്തു കണ്ടു. അപ്പോൾ ആ വസ്തു കണ്ടപ്പോൾ ഈ സിജോയുടെ ബന്ധുക്കൾക്ക് സംശയം തോന്നി. ആ ബന്ധുക്കൾക്ക് സംശയം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സിജോയെ കാണാതായതും ഈ സംഭവം, അതായത് ഈ മൃതദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ കാലപ്പഴക്കവുമാണ് ഈ ബന്ധുക്കൾക്ക് സംശയത്തിന് കാരണമായി പറയുന്നത്. ഇത് ഈ വാണിയമ്പാറ ഉണ്ണിമിശിഹ പള്ളിയുടെ സമീപത്താണ് സിജോയുടെ ഭാര്യ വീട്. അന്ന് വീട്ടിൽ നിന്നും സിജോ ഈ ഭാര്യയുടെ സഹോദരനുമായി വഴക്കിട്ട് പോയി എന്നാണ് ഈ സിജോയുടെ ബന്ധുക്കൾ പറയുന്നത്. സിജോയ്ക്ക് മർദ്ദനമേറ്റു എന്നും അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സംഭവത്തിൽ ഒരു കേസ് വേണം. 2014 ഈ പിതാവ്, അതായത് സിജോയുടെ പിതാവുമായി വഴക്കിട്ട് കോഴിക്കോട് വിലങ്ങാട് നിന്നും സിജോയും ഭാര്യയും ഒപ്പം തന്നെ മക്കളുമൊത്ത് ഈ ഭാര്യ വീട്ടിലേക്ക് അവർ താമസം മാറുന്നത്. പിന്നീട് 2020 വർഷങ്ങൾക്ക് ശേഷം 2020 ഈ സിജോയുടെ ബന്ധുക്കൾ സിജോയെ പറ്റി അന്വേഷണവുമായി അവരുടെ ഭാര്യ വീട്ടിലെത്തുന്നു. കണ്ണൂർ വാണിയമ്പാറയിലെ ഭാര്യ വീട്ടിലെത്തുന്നു. ഒരു തരത്തിലുള്ള വിവരവും അവർക്ക് ലഭിക്കുന്നില്ല. തുടർന്ന് 2021 ബന്ധുക്കൾ പരാതിയുമായി കുറ്റ്യാടി പോലീസിൽ സമീപിക്കുന്നു. കുറ്റ്യാടി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നു, ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. ഈ കേസുമായി വിശദമായി തന്നെ അന്വേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും യാതൊരു തരത്തിലുള്ള തുമ്പും ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചില്ല. തുടർന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാണിയമ്പാറ ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിൽ ഇത്തരത്തിൽ പായിൽ പൊതിഞ്ഞ നിലയിൽ ഇത്തരത്തിൽ ഒരു വസ്തു കണ്ടെത്തുകയും അത് സിജോയുടെ ദാണോ മൃതദേഹം എന്നുള്ള സംശയമടക്കം, കാണാതായ സിജോയുടെ മൃതദേഹമാണോ, സിജോയ്ക്ക് എന്ത് പറ്റി, സിജോ കൊല്ലപ്പെട്ടതെന്നോ ആണോ എന്നടക്കമുള്ള സംശയങ്ങൾ ഈ ബന്ധുക്കൾക്ക് വരുന്നത്. ഇതിനെ തുടർന്നാണ് ഇവർ പരാതിയുമായി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിവേദനം അടക്കം നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കല്ലറയിൽ എന്താണ് എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ന്. ഏതായാലും ഈ സംഭവത്തിന്റെ നിജസ്ഥിതി വേണം. അത് പായിൽ പൊതിഞ്ഞു കിട്ടിയിരിക്കുന്നത് മൃതദേഹമാണെങ്കിൽ അതിന്റെ DNA ടെസ്റ്റ് അടക്കം നടത്തണമെന്നാണ് ഈ സിജോയുടെ ബന്ധുക്കൾ പ്രധാനമായും പറയുന്നത്. ഹാഷ്മി, ഓക്കെ. അജി കുഞ്ഞുമോനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.